നമ്മൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ലബ്ബ്, അതായത് വിശാഖം ന്യൂമോൻ്റെയൊക്കെ ക്ലബ്ബിൽ നോമ്പ് തുറയട്ടോ. പക്ഷേ ഞങ്ങൾ ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് പോകുന്നത്. അവിടെ എല്ലാവരും തിരക്കാവുമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഞങ്ങൾ നോമ്പ് തിരക്കി പോകണം. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണും. എൻ്റെ കൂടെ വീടിൻ്റെ തൊട്ടടുത്ത ബാക്കിൽ നമ്മുടെ ദേവികണ്ടേ. അപ്പോൾ ഞാനും ദൈവം കൂടി ഇവിടുന്ന് പോകുന്നത്. ഞങ്ങൾ അവിടെ പോയിട്ട് ബാക്കി കാണും. ഇവിടെ ലേറ്റ് ഇട്ടിട്ടില്ല പുറത്ത്, അതുകൊണ്ടാണ് എന്നെ മാത്രം കാണുന്നത്. അങ്ങനെ ഞാനും ദേവികയും കൂടി നമ്മുടെ നോമ്പ് തുറക്കുന്ന നമ്മുടെ ക്ലബിൻ്റെ അങ്ങോട്ട് എത്തിയിട്ട് അപ്പോൾ അവിടെ വിശാഖുണ്ടായിരുന്നു, വിഷ്ണു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ആരും ബാങ്ക് കൊടുക്കുന്നത് ബാങ്ക് കൊടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷമായിട്ട് പോയത്. കാരണം നോമ്പ് എടുത്തിട്ടുള്ള കുറേ ആളുകൾ വരുന്നു. അപ്പോൾ അവർക്കൊരു റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക്, നല്ല തിരക്ക്, നല്ല അടിപൊളി പരിപാടി കിട്ടും. BA പരിപാടി നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലബ്ബൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പങ്കെടുക്കുക എന്ന് പറയുന്നത് അതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. നോമ്പ് തുറക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്തായാലും ഒരു 150-200 ആളുകൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ആ ഒരു ട്രിപ്പ് കഴിയുമ്പോൾ ഈ നോമ്പ് തുറക്കുന്ന ഒരു തിരക്ക് അങ്ങോട്ട് പോകുമല്ലോ. നമ്മൾ കല്യാണം അല്ലെങ്കിൽ അങ്ങനത്തെ ഫംഗ്ഷൻ പോലെയല്ലല്ലോ. നോമ്പ് തുറക്കുന്ന ആളുകളുടെ ഇരുന്നാൽ പിന്നെ ആ തിരക്ക് അങ്ങോട്ട് വരും. അപ്പോൾ ചിലവായിട്ട് കേട്ടോ. ഞാനും നമ്മൾ കുറച്ച് പിള്ളേരെ സെറ്റ് അവിടെ ഉണ്ട്. നമ്മൾ പിള്ളേരെ സെറ്റല്ല, ഞാൻ അവരെക്കാൾ മുഖത്ത് കാണും. അപ്പോൾ പിള്ളേരെ കൂടെ ആയിട്ടോ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവിക, പിന്നെ അതുപോലെ വേറെ മനീഷ, അങ്ങനെ അവിടെ അമ്മൂനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പാനുള്ള തിരക്കിലാണ്. നമ്മൾ സുബേർ വന്നിട്ട് എൻ്റെ അടുത്തിരുന്നു കേട്ടോ. അതാണ് സുബേർ. അപ്പോൾ സുബേറും നോമ്പുണ്ടായിരുന്നു. പക്ഷെ ആ നോമ്പ് തുറന്ന സമയമാണെങ്കിൽ വെള്ളം എന്തോ കുടിച്ച് നോമ്പ് തുറന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ടാട്ടോ. അങ്ങനെ ഞാൻ ഫോണ് ഒരു കുട്ടിയുടെ അടുത്ത് ഏൽപ്പിച്ചു. കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ബ്ലോഗർ ഉണ്ട് ഇവിടെ. അവനോട് പറഞ്ഞു ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം എൻ്റെ ഫോൺ കൊണ്ടായിട്ട് എല്ലായിടത്തും വീഡിയോ എടുത്തിട്ട് വായെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളിരുന്ന ആ സൈഡ് മാത്രമല്ല കേട്ടോ, ക്ലബിൻ്റെ റൈറ്റ് സൈഡിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ക്ലബിൻ്റെ ഉള്ളിൽ നിന്ന് പിള്ളേർ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ടെറസിൻ്റെ മേലെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ ഫുൾ, അതായത് ക്ലബ് മൊത്തം നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ. അതായത് നോമ്പ് കഴിഞ്ഞതിന് ശേഷം, നോമ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ട്രിപ്പാട്ടോ ഇത്. അപ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്. നമ്മളിപ്പോൾ നോമ്പില്ലാത്ത ആളുകളും നമ്മൾ പരിപാടി ക്ഷണിച്ച് അങ്ങനെയല്ല അത് വിജയിക്കുക. അപ്പോൾ അങ്ങനെ നോമ്പില്ലാത്ത ആളുകളുടെ ട്രിപ്പാട്ടോ ലാസ്റ്റ്. അപ്പോൾ ഇതും കൊണ്ടുപോയിട്ട് എല്ലാവരോടും ഇങ്ങോട്ട് നോക്ക് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണ്. പിന്നെ ഇതാണ് കലവറ, വിഷ്ണു ക്യാപ്ഷൻ കാണിച്ചു. അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കിയത് ക്ലബിൻ്റെ പുറകിൽ നല്ല സ്പേസ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു ഷേപ്പിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ് ക്ലബിൻ്റെ പുറകിൽ. അപ്പോൾ അവിടെയാണ് ഭക്ഷണം പാകം ചെയ്തിരുന്നത്. അതിൻ്റെ സൈഡിലും പിള്ളേരും ക്ലബിലുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടി ടേബിളിട്ടിട്ട്, അതുകൊണ്ട് അവൻ അവിടെ എല്ലായിടത്തും നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആളുകൾ മാത്രമല്ല, കുറച്ചും കൂടി വലിയ സർക്കിളിലെ ആളുകളൊക്കെ നോമ്പ് തുറക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം നോമ്പില്ലാത്ത ആളുകളാട്ടോ ഇവർ ഭക്ഷണം കഴിക്കുന്ന സെക്കൻഡ് ട്രിപ്പിൽ. അപ്പം ഞാൻ വിശാഖിനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണിക്കുന്നത് അത് ആ വീഡിയോയിൽ അവൻ എടുത്തപ്പോൾ അതിൽ വിശാഖ് പെട്ടിട്ടുണ്ട്. പിന്നെ അത് കട്ട് ചെയ്ത് കളയാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടോ. പിന്നെ അതായത് നമ്മുടെ കുറച്ചുകൂടി ചെറിയ പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം ആ ഒരു ടേബിള്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അടിപൊളി നോമ്പ് തുറന്ന് ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനത്തെ നോമ്പ് തുറയിൽ പങ്കെടുക്കുന്നത്. കാരണം എൻ്റെ വീടും വിശാഖിൻ്റെ വീടും തമ്മിൽ അടുത്തടുത്താണെങ്കിലും ഇവിടെ കുറച്ചും കൂടി ഒരു സ്പെഷ്യാലിറ്റിയാണ്. കുറച്ചും കൂടി എല്ലാവരും മെൻ്റലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്, ഒരു ഏരിയ ആണെന്ന് ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ അങ്ങനെയാണ് എല്ലാവരും. ഞാൻ പറഞ്ഞ നോമ്പ് തുറ ആണെങ്കിൽ കൂടി എല്ലാവരും, അതങ്ങനെ നോമ്പെടുക്കുന്നവർ മാത്രമല്ല അല്ലാത്ത ആളുകളും പരിപാടിയിൽ പങ്കെടുത്ത പരിപാടി വിജയിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അവിടുത്തെ ഒരു ആ നാട്ടിലുള്ളൊരു ആളുകളുടെ കോർഡിനേഷൻ. അതിലിപ്പോൾ പ്രായമൊന്നുമില്ല കേട്ടോ. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും യങ്സ്റ്റേഴ്സ് മാത്രമാണ്, അങ്ങനെയല്ല. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, പല പ്രായത്തിലുള്ള ആളുകൾ ഉള്ളൊരു സ്ഥലമാണ് ആ ക്ലബ്ബ് യുവസാഗര. അതും ഒരു അടിപൊളിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതേ അമ്മലുണ്ട്. അമ്മലും ഞാനും ഒരുമിച്ച് ഒരേ പ്രായക്കാരോട് ഒരുമിച്ച് പഠിച്ചവരാണ്. പഠിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഒരേ കമ്പനിക്കാരാണ്, ഒരേ പ്രായക്കാരായതുകൊണ്ട്. പിന്നെ ഇതേ സജോട്ടം പറഞ്ഞിട്ട്
നമ്മുടെ കട സജുവേട്ടൻ്റെ കടയാണ്. അപ്പോൾ സജുവേട്ടൻ പറയണത് എൻ്റെ വീഡിയോ എടുക്കണം എന്ന് പറയണ്ട. അങ്ങനെ ലാസ്റ്റുകളെല്ലാം കൂടി കഴിയാറായപ്പോഴാണ് ഞാനും പിള്ളേരും കൂടി പോരുന്നത്. അപ്പോൾ അതേ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയ സൈഡിൽ ഞാൻ പോയപ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഉണ്ണിയേട്ടൻ, അതായത് അതെ ആ പാനായിട്ട് നിൽക്കുന്നില്ലേ അവൻ്റെ അച്ഛനാണ്. അങ്ങനെ എന്നെ വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മുടെ നോമ്പ് തുറയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ, അതായത് വിശാഖിൻ്റെ വീടിൻ്റെ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ള അപ്പുറത്താണ് ക്ലബ്ബ്. അപ്പോൾ യുവസാഗര ക്ലബിൻ്റെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അപ്പോൾ അവിടെ അവർ ഓർഗനൈസ് ചെയ്തൊരു നോമ്പ് തുറ കേട്ടോ. എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ട് തോന്നി. ബിക്കോസ് അങ്ങനെ എല്ലാവരും കൂടിയും, അതായത് ആ ചുറ്റുവട്ടത്തുള്ള വീടുകളിലൊക്കെ ക്ഷണിച്ച് അതിന് കുറച്ചും കൂടി അപ്പുറത്തേക്ക്, അതായത് ഒരു തൊട്ടടുത്തുള്ള ആളുകളല്ലാതെ കുറച്ച് വൈഡ് ഓഫ് ആളുകളൊക്കെ ക്ഷണിച്ച് നല്ല ഗംഭീര പരിപാടി നടത്തുക എന്ന് പറയുന്നത് അത് ചെറിയൊരു പരിപാടിയില്ല. കാരണം 350ഓളം ആളുകൾ ഭക്ഷണം കഴിച്ചു. അപ്പം അത് ഓർഗനൈസ് ചെയ്യാന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കുറേ ഡ്രഗ്സിൻ്റെ പിന്നാലെയും അതുപോലെ തന്നെ MDMA പോലെ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒക്കെ പുറകെ പോകുന്ന ഈ കാലത്ത് ഇങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ ലഹരിയാക്കി എടുക്കുന്ന ഒരു എന്താ പറയുക യങ് തലമുറയെ വാർത്തെടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അങ്ങനെയാണ് നമ്മുടെ ചരിത്രത്തിൽ തന്നെ പല ഗ്രന്ഥശാലകൾ, ക്ലബ്ബുകളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നാടിനെ ഒരു നല്ല രീതിയിൽ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള 2 സ്ഥാപനങ്ങളാണ്. ഒന്ന് വായനാശാലകളും, ഒന്ന് ക്ലബ്ബുകളും. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സമയത്ത് ഒരുപാട് യുവാക്കൾ ചേർന്നുകൊണ്ട് ഇങ്ങനൊരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, അത് ഭയങ്കര അഭിമാനമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം ഞാൻ മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ യൂസേജും അതുപോലെ തന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് വെറും ഉപയോഗിച്ച് വീട്ടിലിരുന്ന് അവനാൻ്റെ ജീവൻ പോവുക, അല്ലെങ്കിൽ അവനാൻ്റെ നല്ല കാലം പോകാതിരിക്കുക, അതെന്തോ ആയിക്കോട്ടെ, അത് അവനാൻ വരുത്തി വെക്കുന്നത് ശരിക്കും. അത് ഉപയോഗിച്ച് മറ്റുള്ളവനെ മെക്കിട്ട് കയറുന്നതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. വണ്ടി പോകുന്നു കേട്ടോ, അതാണ് ഭയങ്കര സൗണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാളൊക്കെ എത്രയോ വളരെ നല്ല കാര്യം ഈ പറഞ്ഞ ക്ലബിലെ കുറേ യങ്ങായിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന് അവർ തന്നെ അതിന് ഫണ്ടൊക്കെ കണ്ടെത്തി അവർ തന്നെ ഒരുമിച്ചിരുന്ന് എല്ലാവരും പച്ചക്കറി അരിയുന്നു, ഫ്രൂട്ട്സ് അരിയുന്നു, അത് ഓർഗനൈസ് ചെയ്യുന്നു, വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ വലിയൊരു എന്താ പറയുക ഒരു പരിപാടിയായിരുന്നു. ചെറിയ 100-300 ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ്. അപ്പോൾ അത് വലിയ അടിപൊളിയായിട്ട് നടത്തി അതിലെനിക്ക് പങ്കെടുക്കാൻ പറ്റിയതില്ല, അതിലേക്കാൾ സന്തോഷം. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് അത്രയും നിങ്ങൾ കണ്ട സ്ഥിതിക്ക് ഞാനതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണോ ഞാനതങ്ങനെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലിങ്ങനെ നോമ്പ് തുറക്കും ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ താഴെ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ആ വീഡിയോ കഴിഞ്ഞു, അതായത് ഇന്നലെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നാണ് വീഡിയോയുടെ വൈൻഡപ്പ് എടുക്കുന്നത്. കാരണം എനിക്ക് പറ്റിയില്ല. നിങ്ങളോടൊരു കാര്യം പറയാനുണ്ടായി, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയണ്ടേ, നമ്മളൊന്നും കൂടി എല്ലാ കാര്യങ്ങളും ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ പറയണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വയ്യ, അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കുറച്ച് നേരത്തെ കിടന്നുറങ്ങും. അതുപോലെ ക്ഷീണം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ലോങ് വീഡിയോ, ഷോർട്സ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിങ്ങനെ പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്, അതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.